അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാടും മലയൊക്കെ കയറി ലാസ്റ്റ് ചെന്ന് എത്തി നിൽക്കുന്നത് ദേ ഈ ഒരു സ്പോട്ടിലോട്ടാണ്. ഗൈസ്, ഇതാണ് രാമക്കൽമേട്. ഒരു രക്ഷയില്ലാത്ത സ്പോട്ടായിരുന്നു. മേഘങ്ങളൊക്കെ നമ്മളെ അടുത്ത് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നേ. നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത രീതിക്കുള്ള കാറ്റാണ് ഗൈസ് അവിടെ വീശിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മലയൊക്കെ കയറിയ ക്ഷീണത്തിൽ ആദ്യം തന്നെ എല്ലാവരും കൂടെ പോയിരുന്ന് ഫുഡ് കഴിച്ചു. നോക്കൂ ഗൈസ്, എന്ത് മനോഹരമായ കാഴ്ച. വീണ്ടും 4 സ്റ്റെപ്പൊക്കെ ഇട്ട് ഈ കപ്പലണ്ടി നുള്ളിപ്പറക്കി തിന്ന് ചെന്നെത്തി നിന്നത് പരുന്തുംപാറയിലാണ്. എനിക്ക് ഈ സ്പോട്ടിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല ഗൈസ്, കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ കുറച്ച് കോളിഫ്ലവർ ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് നേരെ നൈറ്റിലത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ പോയി. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫുഡാണ് ഗൈസ് ഇത്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, മഴയത്ത് കറണ്ട് പോലും ഇല്ലാതെ ഈ കാണുന്ന ബിൽഡിങ്ങിനകത്ത് വെച്ചിട്ടാണ് നമുക്ക് ഇത്രയും പേർക്കുള്ള ഫുഡ് മാമ റെഡിയാക്കി. ആ ബിൽഡിങ്ങിന്റെ തൊട്ട് മേലുള്ള വീടും വീട്ടുകാരുമാണ് കേട്ടോ ഈ നിൽക്കുന്നത്. മാമന് മുന്നേ പരിചയമുള്ള ആൾക്കാരാണ്. നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു അവര്. എല്ലാവർക്കും നല്ല കാര്യമായിരുന്നു. അങ്ങനെ എല്ലാം വാരി പറക്കി കെട്ടി ബാക്ക് ടു ഹോം അടങ്ങുന്ന കാഴ്ചയാണിത്. ബട്ട് ബിഫോർ ദാറ്റ് ഈ നിൽക്കുന്ന പുള്ളിയോട് ഒരു വലിയ താങ്ക്സ് പറയാനുണ്ട്. ഈ 2 ദിവസം നമ്മളെ സേഫ് ആയിട്ട് കൊണ്ടുപോയി തിരിച്ചെത്തിച്ചതിന്. പിന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റ് ടൈമിന് ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന ഗോപമാമനോടും ഇവർക്കൊപ്പം നിന്ന് എല്ലാ ജോലികളും നല്ല ആക്റ്റീവായി ചെയ്ത അപ്പുവിനോടും എ വെരി ബിഗ് താങ്ക്സ് ഫ്രം മൈ ബോട്ടം ഓഫ് ഹാർട്ട്. ഈ 2 ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങൾ അത്രയും സന്തോഷത്തോടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു റീസൺ ഈ നടന്നു വരുന്ന മുതലാണ്. തിരിഞ്ഞോ? പാവത്തിന് ആരോ കണ്ണുവിട്ടതാണ് ഗൈസ്. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുമായി തിരിച്ച് വീട്ടിലേക്ക്.